വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. യഹോവയായ ദൈവം ഇസ്രായേലിൻ്റെ അപേക്ഷയിൻ പ്രകാരം അവർക്ക് നൽകിയ ഒന്നാമത്തെ രാജാവായിരുന്നു ശൗൽ. ശൗലിന് ഒരു രാജാവെന്ന നിലയിൽ ദൈവഹിതപ്രകാരം ജനത്തെ നയിക്കുവാൻ ഒരു നല്ല ആരംഭം ദൈവം നൽകി. എങ്കിലും ശൗൽ പരാജയപ്പെട്ടു. തുടർന്ന് ശൗലിൻ്റെ രാജസ്ഥാനത്തെക്കുറിച്ച് ദൈവം ശമൂവേൽ കൂടി നൽകിയ അറിയിപ്പാണ് 1 ശമൂവേൽ 13-ാം അധ്യായം 13-14 വാക്യങ്ങൾ. നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ച കൽപ്പന നീ പ്രമാണിച്ചില്ല. യഹോവ ഇസ്രായേലിന്മേൽ നിന്റെ രാജ്യത്തെ എന്നേക്കുമായി സ്ഥിരമാക്കുമായിരുന്നു. ഇപ്പോഴോ നിന്റെ രാജ്യത്വം നിലനിൽക്കയില്ല. ക്രിസ്തീയ ജീവിതത്തിൽ ഒരുപക്ഷേ നമുക്കും വന്നു ഭവിക്കാവുന്ന ഒരവസ്ഥയാണ് ഇവിടെ ശൗലിൽ കൂടി ചൂണ്ടിക്കാണിക്കുന്നത്. എന്തുകൊണ്ട് ശൗലിൻ്റെ ജീവിതം പരാജയപ്പെട്ടു? 1. ശൗൽ ദൈവകൽപ്പന ലംഘിച്ചു. ഫെലിസ്ത്യരുമായിട്ടുള്ള യുദ്ധത്തിന് മുൻപ് ദൈവമുൻപാകെ യാഗം അർപ്പിക്കുവാൻ ശൗൽ ആഗ്രഹിച്ചു. വചനപ്രകാരം യാഗം അർപ്പിക്കുവാൻ ശൗൽ രാജാവിന് അനുവാദം ഇല്ല. യാഗം അർപ്പിപ്പാനായി ശമൂവേൽ പ്രവാചകന് വേണ്ടി ശൗൽ കാത്തിരുന്നു. പ്രവാചകൻ വരുവാൻ താമസിക്കുന്നു എന്ന് കണ്ട് ശൗൽ തന്നെ ഹോമയാഗം അർപ്പിച്ചു. യാഗം അർപ്പിച്ചു കഴിഞ്ഞ ഉടൻ ശമൂവേൽ പ്രവാചകൻ എത്തിച്ചേർന്നു. സ്വയം യാഗം അർപ്പിപ്പാനുള്ള തീരുമാനം എടുത്തത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് ശൗൽ നൽകിയ മറുപടിയാണ് 1 ശമൂവേൽ 13-ാം അധ്യായം 11-12 വാക്യങ്ങൾ. ഫെലിസ്ത്യർ എതിരായി വരുന്നു എന്നതും ജനം ചിന്നിച്ചിതറുന്നു എന്നുള്ളതും ശരിയാണ്. അതിന് മറുവഴി കണ്ടെത്തുകയും വേണം. എന്നാൽ ശൗൽ പറഞ്ഞ കാരണങ്ങൾ ഒന്നും ദൈവത്തിൻ്റെ കൽപ്പന മറികടക്കുന്നതിന് കാരണമാകുന്നില്ല. യാഗം അർപ്പിപ്പാൻ ശൗലിന് അനുവാദവുമില്ല. അതിന് ചുമതലപ്പെട്ടവർ ഉണ്ട്. വിശ്വാസികളായി നാമും ദൈവകൽപ്പന പലപ്പോഴും ലംഘിച്ചിട്ടില്ലേ? ന്യായമായ കാരണങ്ങളും നമുക്ക് പറവാനുണ്ടായിരിക്കാം. എന്നാൽ നാം ചിന്തിക്കുന്നത് പോലെ ദൈവകൽപ്പന ലംഘിക്കുവാൻ നമുക്ക് അനുവാദമില്ല. വിശ്വാസി ദൈവത്തിൻ്റെ കൽപ്പനകളെ പൂർണ്ണമായി അനുസരിക്കേണ്ടുന്നവരാണ്. 2. ശൗൽ അസൂയയുടെ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ടു. ഫെലിസ്ത്യമല്യനായ ഗോല്യാത്തിനെ കൊന്ന് ഫെലിസ്ത്യരെ സംഹരിച്ച് മടങ്ങി വരുന്ന ദാവീദിൻ്റെ മുൻപിൽ ഇസ്രായേൽ കന്യകമാർ തപ്പും തമ്പുരുവുമായി പാടി ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നു. 1 ശമൂവേൽ 18-7. ഇസ്രായേൽ രാജാവായ തനിക്ക് 1000-ഉം ആട്ടിടയനായ ദാവീദിന് 10,000-ഉം നൽകിയത് ശൗലിൽ അസൂയ ഉളവാക്കി. അസൂയ കോപത്തിലേക്ക് നയിച്ചു. മറ്റുള്ളവരെ ദൈവം ഉപയോഗിക്കുമ്പോൾ, മറ്റുള്ളവരെ അനുഗ്രഹിക്കുമ്പോൾ അത് ഉൾക്കൊണ്ട് സന്തോഷിക്കുവാൻ കഴിയാത്ത അവസ്ഥയാണ് അസൂയ. 9-ാം വാക്യത്തിൽ വായിക്കുന്നത് ശൗലിന് ദാവീദിനോട് കണ്ണുകടിയുണ്ടായി. അസൂയയുടെ ആത്മാവ് ശൗലിനെ സ്വാധീനിച്ച് ദാവീദിനെ കൊല്ലണം എന്നുള്ള ചിന്ത ഉളവാക്കി. കിരീടധാരി കിരീടം ഇല്ലാത്തവനെ പകയ്ക്കുന്നു. ശൗലിൻ്റെ ഈ മനോഭാവം നമ്മിലും ഉണ്ടായിട്ടില്ലേ? ദൈവം അനുഗ്രഹിച്ചവരെ കാണുന്നത് നമ്മിൽ സന്തോഷം ഉളവാക്കണം. കൊരിന്ത്യരുടെ ഇടയിൽ വ്യാപരിച്ച ദൈവകൃപ കണ്ട് ബർന്നബാസ് സന്തോഷിച്ചതുപോലെ നമുക്ക് സന്തോഷിക്കാം. പ്രവൃത്തി 11:20-21 വാക്യങ്ങൾ. 3. ശൗൽ പോഷ്കിൻ്റെ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ടു. അമലേക്കരെയും അവരുടെ സമ്പത്തിനെയും പൂർണ്ണമായി നശിപ്പിക്കണം എന്ന കൽപ്പന ലംഘിച്ച ശൗൽ മേൽത്തരമായതിനെ ശേഷിപ്പിക്കുകയും അനുസരണക്കേട് സമ്മതിക്കാതെ അവയെ യഹോവയ്ക്ക് യാഗം കഴിപ്പാൻ കൊണ്ടുവന്നു എന്ന് വ്യാജം പറയുകയും ചെയ്തു. 1 ശമൂവേൽ 15:20-21 വാക്യങ്ങൾ. വാക്കുകളിൽ മാത്രമല്ല പ്രവൃത്തിയിലും വ്യാജം കാണിച്ചവന ശൗൽ. വിരുന്നൊരുക്കി ക്ഷണിച്ചതിന് ശേഷം വിരുന്നിൻ്റെ നടുവിൽ വെച്ച് ദാവീദിനെ കൊല്ലുവാൻ ശ്രമിക്കുന്ന ശൗൽ. സ്നേഹസൽക്കാരത്തിൽ വഞ്ചന ഒളിച്ചിരിക്കുക. മറ്റുള്ളവരെ പുകഴ്ത്തി പറയുന്ന നമ്മളുടെ വാക്കുകളിൽ വഞ്ചനയുടെ ആത്മാവ് മറിഞ്ഞിരിപ്പുണ്ടോ? നമ്മുടെ വാക്കുകൾ ആത്മാർത്ഥ നിറഞ്ഞതായിരിക്കണം. അതുകൊണ്ടാണ് നമ്മുടെ വാക്കുകൾ ഉവ്വ ഉവ്വ എന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കട്ടെ എന്ന് കർത്താവ് പറഞ്ഞത്.
വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയം, വ്യാജത്തിന് മനസ്സ് വയ്ക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവനാ വിശ്വാസി. സങ്കീർത്തനം 24:4 വാക്യം. 3. ശൗൽ മിത്രത്തെ ശത്രുവായി കണ്ട് പോരാടി. ദൈവജനത്തെ നടത്തുവാനും ശത്രുക്കളോട് പോരാടി ജനത്തിന് സുരക്ഷിതത്വം നൽകുവാനുമാണ് ശൗലിനെ രാജാവാക്കിയത്. എന്നാൽ ശൗലിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ തന്നെ സഹായിക്കുകയും ഗൊല്യാത്തിനെ കൊന്ന് ഇസ്രായേലിനെ രക്ഷിക്കുകയും ചെയ്ത മിത്രത്തിനെതിരായി പോരാടുന്ന ശൗലിനെയാണ് കാണുന്നത്. ദൈവാത്മാവ് മാറി ദുരാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുമ്പോൾ കിന്നരം വായിച്ച് ദുരാത്മാവിൽ നിന്ന് മോചനം ഒഴിവാക്കിയ മിത്രമായ ദാവീദിനെ കൊല്ലുവാൻ ശ്രമിക്കുന്ന ശൗൽ, തൻ്റെ പദവിയും സ്വാധീനവും ഉപയോഗിച്ച് ദാവീദിനെ ഇല്ലാതാക്കുവാൻ ശൗൽ ശ്രമിച്ചു. ആത്മീക തലത്തിലും ശൗലിനെ പോലെ സഹവിശ്വാസികളോട് ശത്രുതാ മനോഭാവം പുലർത്തി അപവാദ പ്രചരണം നടത്തി സന്തോഷിക്കുന്നവർ ഉണ്ട്. സഹോദരനെ നടത്തുന്ന എല്ലാ പോരാട്ടങ്ങളെയും ദൈവം വെറുക്കുന്നു. കർത്താവെ, ഭോഷ്കിൻ്റെ ആത്മാവിനാലല്ല സത്യത്തിൻ്റെ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുവാൻ എന്നെയും സഹായിക്കണമേ. ആമേൻ. അസാധ്യമായി എനിക്കൊന്നുമില്ലല്ലോ, സർവശക്തനാം ദൈവമെന്റെ കൂടെയുണ്ടല്ലോ. അസാധ്യമായി എനിക്കൊന്നുമില്ലല്ലോ, സർവശക്തനാം ദൈവമെന്റെ കൂടെയുണ്ടല്ലോ. സകലവും ഇന്നെനിക്ക് സാധ്യമാകുവാൻ എന്റെ യേശുവിന്റെ അത്ഭുതമാം നാമമുണ്ടല്ലോ. സകലവും ഇന്നെനിക്ക് സാധ്യമാകുവാൻ എന്റെ യേശുവിന്റെ അത്ഭുതമാം നാമമുണ്ടല്ലോ. എന്റെ യേശുവിന്റെ അത്ഭുതമാം നാമമുണ്ടല്ലോ. എന്റെ യേശുവിന്റെ അത്ഭുതമാം നാമമുണ്ടല്ലോ. എന്റെ യേശുവിന്റെ അത്ഭുത